ഹലോ മൈ ഫ്രണ്ട്സ്, വെൽക്കം ടു പുന്നീസ് ലെഷർ ടൈം. നമുക്കിന്ന് വാഴക്കൂമ്പും ചെറുപയറും കൊണ്ടുള്ള നല്ല ഒന്നാന്തരം അടിപൊളി തോരനാണ് ചെയ്യുന്നത് കേട്ടോ. അതിനു വേണ്ടി ഞാൻ തവ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്രാവശ്യം ഞാൻ കോക്കനട്ട് ഓയിലല്ല, ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഞാൻ എണ്ണയ്ക്കകത്തേക്ക് ഞാൻ കടുകിട്ടു, പിന്നെ ഞാൻ 1-2 അല്ലി വെളുത്തുള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട്, പിന്നെ 1-2 പച്ചമുളക് അരിഞ്ഞിട്ടു, പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൂമ്പ് അതിലേക്ക് വാരി ഇടുകയാണ് കേട്ടോ. അരിഞ്ഞ് ഞാൻ വെള്ളത്തിലിട്ടിരിക്കുകയായിരുന്നു. അത് പിഴിഞ്ഞ് വാരി ഞാൻ അടുപ്പിലിടുകയാണ് കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ വാരി വെച്ചിരുന്നാൽ പിന്നെ ഇതിന് കറുപ്പ് കളറുണ്ടാകും. അത് കാരണം ഞാൻ വെള്ളത്തിൽ തന്നെ ഇട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാനത് പിഴിഞ്ഞ് വാരി തവയിലേക്ക് ഇടുകയാണ് കേട്ടോ. മിക്കവരും ഇത് തീരെ പൊടി പൊടിയായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. ഞാൻ ഒരുവിധം മുഴുപ്പത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. കാരണം ഇതിനകത്ത് ധാരാളം ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിരിക്കുന്നതല്ലേ. അത് കാരണം ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് കരുതി പിന്നെ ഞാൻ അതിനകത്തേക്ക് അല്പമല്ല ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾ പൊടി കൂടി ഇട്ടു. പിന്നെ ഒരു നുള്ള് ജീരകപ്പൊടി കൂടി ഇട്ടു കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷമാണ് മൂടി വെച്ച് വേവിക്കുന്നത്. വാഴക്കൂമ്പ് പല ടൈപ്പ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പലതരം വാഴയ്ക്ക് പലതരം, അപ്പോൾ അതിൻ്റെ ടേസ്റ്റും വ്യത്യാസപ്പെട്ടിരിക്കും. ആ കൂമ്പ് വ്യത്യാസപ്പെട്ടിരിക്കുന്നു, ടേസ്റ്റും വ്യത്യാസപ്പെട്ടിരിക്കും കേട്ടോ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഏത്തവാഴയുടെ കൂമ്പാണ് കേട്ടോ. ഏത്തവാഴയുടെ കൊലയുടെ കൂമ്പാണ് എടുത്തിരിക്കുന്നത്. അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. ഞാനത് ഒന്ന് തുറന്ന് നന്നായിട്ടൊന്നുകൂടെ നമ്മൾ ഇളക്കി വയ്ക്കുക. ഞാൻ ഒരു പിടി ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ട്, അതുകൂടെ ചേർത്തിട്ടാണ് ഞാൻ ഇത് തോരൻ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ശരീരത്തിനൊക്കെ നല്ല ഗുണമുള്ള സാധനമല്ലേ. ആ ചെറുപയർ അല്പം വെള്ളം ഉണ്ടെങ്കിലും സാരമില്ല, കൂമ്പ് അത് വേവാനായിട്ട് അത് സഹായിക്കും. ആ ചെറുപയറിൻ്റെ വെള്ളം കൂടെ ചേർത്താണ് ഞാൻ അതിനകത്ത് നന്നായിട്ട് ഇളക്കി വെച്ച് വേവിക്കുന്നത് കേട്ടോ. വാഴക്കൂമ്പൊക്കെ ഇപ്പോൾ ധാരാളം വേവിക്കാൻ വെച്ചിരിക്കുന്നത് കാണാം. പക്ഷേ ഇത് വാങ്ങിയ കൂമ്പല്ല കേട്ടോ. ഇത് വീട്ടിലെ വാഴയുടെ കൂമ്പാണ് കേട്ടോ. അത് കാരണം ഇതിന് അറിയാമല്ലോ, വിഷാംശമൊന്നും ചേരാത്തതാണെന്ന് അറിയാമല്ലോ. നമുക്ക് നോക്കാം, ഇത് നന്നായിട്ട് വെന്ത് കാണും. ഇതിന് നമുക്കിനി തേങ്ങ തിരുമ്മി ഇടണം. അതിനായി ഞാൻ നല്ലൊരു കപ്പ് തേങ്ങ എടുത്ത് നല്ല ജീരകം, 2-3 അല്ലി വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, 2 പച്ചമുളക്, 2-3 കറിവേപ്പില എല്ലാം കൂടെ ചതച്ചാണ് അതിനകത്ത് ഇടുന്നത് കേട്ടോ. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വേണം ഇളക്കി നമുക്കൊന്ന് മൂടി വെച്ച് ഒന്നുകൂടെ നമുക്ക് നന്നായിട്ട് ആവി കയറ്റി വേണം എടുക്കാനായിട്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇതിന് കേട്ടോ. വാഴക്കൂമ്പും ചെറുപയറും ഏറ്റവും നല്ല കോമ്പിനേഷനാണ്. ചെറുപയറും വാഴക്കൂമ്പും കൂടെയുള്ള നല്ല ടേസ്റ്റാണ്. അത് പിന്നെ ഈ തരിതരി പരുവത്തിലിരിക്കാതെ ഇച്ചിരി മയമായിട്ട്, അതായത് ഇച്ചിരി ജലാംശത്തോടുകൂടെ നല്ല മയമായിട്ടിരിക്കുമ്പോഴാണ് അതിന് കൂടുതൽ ടേസ്റ്റ് തോന്നുന്നത്. അതും ഏത്തവാഴയുടെ കൂമ്പാകുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റായിരിക്കും കേട്ടോ. അങ്ങനെ ഞാനത് നന്നായിട്ട് ഇളക്കി ഒന്നുകൂടെ നമുക്ക് മൂടി വെച്ച് നന്നായിട്ട് ആവി കയറ്റിയിട്ട് വേണം എടുക്കാനായിട്ട്. ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കാം. എല്ലാ ആവശ്യത്തിന് നല്ല ഇതായിട്ടുണ്ട്. നമുക്കിനി ഒന്നുകൂടെ മൂടി വെച്ചിട്ട് നമുക്ക് മൂടി വയ്ക്കാം. മൂടി വെച്ച് നന്നായിട്ട് ആവി കയറാൻ വയ്ക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് തുറന്ന് ഉപയോഗിക്കാം. നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട് കണ്ടോ. ഇപ്പം തന്നെ ഇത് ആവശ്യത്തിൽ കൂടുതൽ വേവായി കഴിഞ്ഞു. അതിപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. നല്ല ഒന്നാന്തരം വാഴക്കൂമ്പ് തോരനാണ് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.